ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി അസൈൻമെന്റ് കാലഘട്ടമാണ് ഇപ്പോൾ അല്ലേ. അതായത് എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് അടുത്ത സെമസ്റ്ററിലേക്ക് കുട്ടികൾ ജോയിൻ ചെയ്തു, 3rd സെമസ്റ്റർ 4th സെമസ്റ്റർ. അപ്പോൾ ഇനിയിപ്പോൾ അസൈൻമെന്റിന്റെ സമയമാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ വെറീഡ് ആവുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഈസിയാണ് നമുക്ക് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അസൈൻമെന്റ് ചെയ്യാൻ അല്ലേ. കാരണം പ്രീവിയസ് സെമസ്റ്ററിൽ നിങ്ങൾ ചെയ്തതാണ്, നിങ്ങൾക്ക് അറിയാം. 2 സെറ്റ് ഓഫ് അസൈൻമെന്റ് ഉണ്ടാവും. അതായത് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് 2 സെറ്റ് ഉണ്ട്. സെറ്റ് 1 ഇസ് ഡിസ്ക്രിപ്റ്റീവ്, സെറ്റ് 2 ഇസ് അനലിറ്റിക്കൽ. അത് രണ്ടും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ അസൈൻമെന്റ് ചോദ്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ആദ്യത്തെ സെറ്റ് 1 ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നതിൽ 5 ചോദ്യങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. 10 പേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് അനലിറ്റിക്കലും. ഡിസ്ക്രിപ്റ്റീവും അസൈൻമെന്റും തമ്മിൽ അനലിറ്റിക്കലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ. അതായത് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പം കുറച്ചുകൂടി നമ്മൾ വിവരണാത്മകമായി എഴുതുക എന്നുള്ളൊരു ഇതാണ് പറയുന്നത്. അനലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ ഒന്ന് വിശകലനം ചെയ്ത് എഴുതുക. രണ്ട് രീതിയിൽ തന്നെ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് സെറ്റ് 1ഉം സെറ്റ് 2ഉം ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അസൈൻമെന്റ് എഴുതാനുള്ള ടിപ്സ് കുറച്ച് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഏത് AI അസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ പോലും അസൈൻമെന്റ് വ്യക്തമായി വേണ്ട ഒരു സ്ട്രക്ചർ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്ത് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. എന്താണ് ഒരു അസൈൻമെന്റ് സ്ട്രക്ചർ? ഫസ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് പർട്ടിക്കുലർ ചോദ്യത്തിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻട്രോ നിങ്ങൾ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്നതാണ് ബോഡി പാർട്ട്. അതായത് ചോദിച്ച ചോദ്യത്തിനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഉത്തരം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഈ ബോഡി പാർട്ടിൽ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളത് കൺക്ലൂഡ് ചെയ്യുന്നു. എന്താണോ ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് ഉപസംഹരിച്ച് നമ്മൾ എഴുതുന്നതിനാണ് കൺക്ലൂഷൻ പാർട്ട് എന്ന് പറയുന്നത്. നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ റെഫറൻസ്. നിങ്ങൾ എവിടെ നിന്നാണ് ഈ പറഞ്ഞ അസൈൻമെന്റുകൾ കളക്ട് ചെയ്ത് എഴുതിയത് എന്നുള്ളതിനെ കുറിച്ച് ബുക്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും MLA ഫോർമാറ്റിൽ നിങ്ങൾ ലാസ്റ്റ് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു SGOയുടെ അസൈൻമെന്റിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ടും മാറ്റി വൃത്തിയായിട്ട് ക്ലാരിറ്റിയോട് കൂടി എഴുതുകയാണെങ്കിൽ തന്നെ 15 മാർക്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടും 13, 14, 15 ഒക്കെ കിട്ടും. അപ്പം ഇത് കറക്റ്റ് ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാം. നിങ്ങൾക്കറിയാം SGOയുടെ എക്സാമിനേഷൻ 70:30 എന്നുള്ള റേഷ്യോയിലാണ് വരുന്നത്. 70 മാർക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനാണെങ്കിൽ 30 മാർക്ക് നിങ്ങളുടെ അസൈൻമെന്റിനാണ്. അതിൽ സെറ്റ് 1ന് 15ഉം സെറ്റ് 2ന് 15ഉം. സോ അത് നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങുകയാണെങ്കിൽ എക്സാമിനേഷന് നിങ്ങൾ അതിനായിട്ട് ഒരു ഏകദേശം മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് SGOയുടെ എക്സാമിനേഷൻ പാസ്സാവാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ എഴുതുന്ന സമയത്ത് പാരഗ്രാഫ് ആക്കി എഴുതാൻ ശ്രമിക്കുക. ഒരുപാട് പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യാതെ പാരഗ്രാഫ് ആക്കി എഴുതാൻ ശ്രമിക്കുക. സബ് ടൈറ്റിൽസ് കൊടുക്കുക. ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ള ഒരു അസൈൻമെന്റ് ആക്കി മാറ്റാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റിന് ഫുൾ മാർക്ക് കിട്ടും, വെരി ഷുവർ. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ e-learned ലിങ്ക് കൊടുക്കാം. അതിലൂടെയും നിങ്ങൾക്ക് അസൈൻമെന്റ് പർച്ചേസ് ചെയ്യാം. താങ്ക് യു. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം